ചുമ്മാ പറയണത് ആൾക്കാരാണ് പറയുന്നതാണ്. രണ്ടാമത്തെ പാർട്ടിൽ ഈ ബംഗ്ലാവിൽ എങ്ങനെ വരാമെന്നുള്ളതും എങ്ങനെയൊക്കെ അതിൻ്റെ റൂട്ട് കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ആദ്യം ഇത് എങ്ങനെയുള്ളതാണ് ഈ ബംഗ്ലാവിനെ കുറിച്ചുള്ള എല്ലാ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, പക്ഷേ നമുക്ക് ബംഗ്ലാവിന് ഈ ബോണക്കാട് എന്നുള്ളത് മിക്ക പേർക്കും അറിയാവുന്നൊരു സ്ഥലം തന്നെയാണ്. പക്ഷേ പലരും ഇവിടെ വരുന്നുമില്ല. അതിന് മെയിനായിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ പ്രൈവറ്റ് വണ്ടികളോ അതൊന്നും ഇവിടെ കയറ്റി വിടുമെന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. പിന്നെ പലരും വന്നിട്ട് നമ്മൾ പൊന്മുടി വന്നവർ മിക്കവാറും ഇവിടെ വന്നിട്ടുണ്ടാവും. താഴത്തെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഇതിൽ തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പിന്നെ വരാനായിട്ടൊരു തടസ്സമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ വരാൻ സാധ്യത കുറവാണ്. പിന്നെ അടുത്ത രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ പ്രേതം ഉണ്ടെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്. പ്രേതം ഉണ്ടോ ഇല്ലയെന്ന് ഇരിക്കട്ടെ, പക്ഷേ ആ പ്രേതം ഉണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ ഒരാൾക്കോ രണ്ടാൾക്കോ വരണമെങ്കിൽ ഭയങ്കരമായിട്ട് മടി തോന്നും, ഒരു പേടിയും തോന്നും. ഇവിടെ നിന്ന് എങ്ങനെയാണെന്ന്. ഇവിടെ ഒറ്റ മനുഷ്യർ കാണത്തില്ല. ഈ ബംഗ്ലാവിൽ വന്ന ഇവിടെ കിടന്ന് വിളിച്ചാൽ പോലും ആരും കേൾക്കത്തില്ല. ആ രീതിയിലുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരു പേടി എന്തായാലും സ്വാഭാവികമായിട്ടും ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പം പ്രേതം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ തന്നെ എന്തായാലും ഒരു കെട്ടുകഥയും കാണുമല്ലോ. ആ കെട്ടുകഥ എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. 1951 ഇവിടുത്തെ മാനേജർ സാഹിബാണ് ഈ ബംഗ്ലാവ് പണി കഴിക്കുന്നത്. ഈ സാഹിബ് ഇവിടുത്തെ താഴത്തെ തേയില ഫാക്ടറിയിൽ മാനേജറായിരുന്ന ആളാണ്. അപ്പോൾ ഇവിടെ ഒരു ബംഗ്ലാവ് പണിയാന്ന് പറഞ്ഞത് ഒരു അതിശയപ്പെടേണ്ട ഒരു കാര്യമില്ല. അത്രയും മനോഹരമായ നല്ല വ്യൂ ഉള്ള അടിപൊളി സ്ഥലമാണ്. ഇവിടെ ബോണക്കാടിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്താണ് ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. നല്ല അടിപൊളി ക്ലൈമറ്റും ഇവിടുത്തെ വ്യൂവും എല്ലാം വേറെ ലെവലാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഒരു ബംഗ്ലാവ് വരിക എന്ന് പറഞ്ഞത് ഒരു വലിയ ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ആ ബംഗ്ലാവിൽ സാഹിബിൻ്റെ ഭാര്യയും 13 വയസ്സുകാരെ മകളും എന്ന് പറയുന്നുണ്ട്, മകനെന്നും പറയുന്നുണ്ട്. അത് വ്യക്തമല്ല. അവരുമായിട്ട് സന്തോഷമായിട്ട് താമസിച്ച് വരികയായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ 13 വയസ്സുകാരിയായ മകള് ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു. ദുരൂഹ സാഹചര്യം എന്ന് മാത്രമേ അറിയാം. അതെങ്ങനെ മരിച്ചതെന്നോ ഒന്നും അറിയത്തില്ല. അതിനുശേഷം മരിക്കുന്നു. അപ്പോൾ ആ വിഷമത്തിൽ ലണ്ടനിലേക്ക് ഭാര്യയും ഭർത്താവും സായിപ്പും രണ്ടുപേരുമായിട്ട് അങ്ങ് തിരിച്ചു പോവുകയാണ്. അതിനുശേഷം ഈ ബംഗ്ലാവ് അങ്ങനെ അടച്ചുപൂട്ടി ഒരു അല്ലാത്ത രീതിയിൽ അങ്ങ് കിടക്കുകയായിരുന്നു. ഒരു ആളും വരാത്ത രീതിയിൽ അങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ സിറ്റുവേഷൻ ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടി രാത്രി വിളിയും ഒച്ചകളൊക്കെ കേൾക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം സമീപവാസിയായ ഒരു കുട്ടി വിറവെന്തോ പറക്കാനായിട്ട് ആ ബംഗ്ലാവിൻ്റെ അടുത്തേക്ക് വരുന്നു. എന്തോ കണ്ട് പേടിച്ച പോലെ തിരിച്ച് ഭയന്ന് ഓടി വരികയാണ്. അതിനുശേഷം ഈ എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത ആ കൊച്ച് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുകയും നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ പിന്നെ കണ്ടു നിന്നവരൊക്കെ പറയുകയാണ് ആ മദാമ കൊച്ചിൻ്റെ ആത്മാവ് കയറിയതാണ്, ഇതൊരു പ്രേത ബംഗ്ലാവാണ്, പിന്നെ അവിടെ അങ്ങോട്ട് ആരും പോകരുത്. ആ ഒരു കഥയാണ് പ്രേതം ഉണ്ടെന്ന് പറയുന്നവർ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഈ കഥ അവിടെ സമീപവാസികളായിട്ടുള്ള ആൾക്കാർക്ക് പോലും അറിയത്തില്ല. അവർ ആര് ചോദിച്ചാലും പ്രേതം ഇല്ല എന്നേ പറയുന്നുള്ളൂ. പിന്നെ അവർ പറയുന്ന കഥ ഈ സായിപ്പ് തിരിച്ചു പോയെന്ന് പറയാനുള്ള കാരണം
ഈ തേയില ഫാക്ടറി ഉണ്ടായ നഷ്ടം കാരണമാണ് അവർ തിരിച്ചു പോയെന്നാണ് അവിടുത്തെ സമീപവാസികൾ പറയുന്നത്. എന്തായാലും നമ്മളിവിടെ പോയിട്ട് പ്രേതത്തിൻ്റെ ഒരു സാന്നിധ്യം പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ബംഗ്ലാവൊക്കെ നല്ല അതിമനോഹരമായ ബംഗ്ലാവ് ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ വന്ന് സാമൂഹിക വിരുദ്ധർ ഇതെല്ലാം പൊളിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ ഓരോ റൂമിലായിട്ട് ചെന്ന് കയറുമ്പോൾ തന്നെ എല്ലാം നല്ല വിശാലമായ റൂം തന്നെയാണ്. പക്ഷേ എല്ലാവരും തന്ന് ഇതിനെല്ലാം പൊളിച്ച് എഴുതിയും പറിച്ചും എല്ലാം വെച്ചിരിക്കുകയാണ്. മേൽക്കൂര വരെ, അതിൻ്റെ മേളിലെ ഭാഗം വരെ എല്ലാം പൊളിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബംഗ്ലാവ് ഇരിക്കുന്ന സ്ഥലത്ത് നല്ല വ്യൂ ആണ്. ഇപ്പോൾ കാണാൻ തന്നെ അറിയാം, അഗസ്ത്യമലയുടെ നല്ല സൗന്ദര്യം നമുക്ക് ഇതിനകത്ത് നിന്ന് നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ കഴിയുന്ന സ്ഥലം തന്നെയാണ്. നമ്മളിത് ആ ബാത്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും കൂടിയുള്ള ബാത്റൂമായിരുന്നു. പക്ഷേ ഇതെല്ലാം തല്ലി പൊളിച്ചത്, ആ ബാത്ടപ്പൊക്കെ എല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ്. അതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാ ചെവയും വൃത്തികളാക്കിയത്. ആ പ്രേതത്തിൻ്റെ പടമൊക്കെ തന്നെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ പ്രേതം ഇല്ലെങ്കിൽ പോലും പ്രേതത്തിൻ്റെ പേരും പറഞ്ഞല്ലേ ഇവിടെ വന്ന് എല്ലാവരും തല്ലി പൊളിച്ചിട്ടിരിക്കുകയാണ്. എല്ലായിടവും വൃത്തികേടാക്കി വൃത്തിശൂന്യമാക്കി ഇട്ടിരിക്കുകയാണ്. നമ്മൾ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നല്ല വ്യൂ ആണ്. അഗസ്ത്യമല നമ്മൾ ഏത് ഭാഗത്ത്, ബംഗ്ലാവിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും നല്ല രീതിയിൽ നമുക്ക് കാണാനും ആസ്വദിക്കാനും കഴിയുന്ന സ്ഥലത്താണ് ഇതിരിക്കുന്നത്. നമ്മൾ ബംഗ്ലാവിലെ 3ാമത്തെ റൂമിലേക്കാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാം നല്ല വിശാലമായ റൂമാണ്. ഇവിടെ നല്ല കാറ്റും വെളിച്ചവും എല്ലാം നന്നായി കിട്ടുന്നുണ്ട്. ഈ ജനലിൽ ഇപ്പോൾ ഗ്ലാസ് ഒന്നും കാണാനില്ല. ഗ്ലാസ് ഉണ്ടായിരുന്നെന്നാണ് സമീപവാസികൾ പറയുന്നത്. അതെല്ലാം ഉരുക്കൊണ്ട് കാണാൻ വന്നവരെ ഉരുക്കൊണ്ട് പോകാനാണ് സാധ്യത. പിന്നെ ഇപ്പോൾ തന്നെ ആ മേൽക്കൂര എല്ലാം പൊളിഞ്ഞ രീതിയിലാണ് കാണുന്നത്. അതും എന്ത് സംഭവിച്ചതെന്ന് അറിയത്തില്ല. എവിടെ നിന്നാൽ, ഈ റൂമിൽ നിന്നാൽ പോലും അഗസ്ത്യമലയുടെ സൗന്ദര്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ബംഗ്ലാവിൽ ടോട്ടൽ 4 റൂമാണുള്ളത്. എല്ലാം നല്ല വിശാലമായ റൂമാണ്. പിന്നെ 2 റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഒരു കോമൺ ബാത്റൂമുണ്ട്, അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് നല്ല സജ്ജീകരണങ്ങളോട് കൂടിയ ബാത്റൂമാണ്. എല്ലാ ബാത്ടബും എല്ലാം കൂടിയതാണ്. അതെല്ലാം പക്ഷെ പൊളിച്ച് ഇട്ടിരിക്കുകയാണ്. പിന്നെ ഒരു ഹാളുണ്ട്, ഒരു കിച്ചൺ, ഒരു ചെറിയ സ്റ്റോർ റൂമുണ്ട്, പിന്നെ ഒരു സിറ്റ് ഔട്ട്. ഈ രീതിയിലാണ് നമ്മുടെ ബംഗ്ലാവിൻ്റെ രൂപകൽപ്പന. തറ ഫുള്ള് മൊസൈക്കാണ്. പക്ഷെ അതെല്ലാം വൃത്തികേടായിട്ട് കിടക്കുകയാണ്. മൊത്തം ഫുൾ ചാണകം കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. അതെങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല. ഒന്നേ ഇവിടുത്തെ പ്രദേശവാസികളുടെ പശുവെല്ലാം കൊണ്ട് കെട്ടി അങ്ങനെ ആയിരിക്കാൻ വന്നത്, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും മൃഗങ്ങൾ വല്ലതും വന്ന് കിടന്നതായിരിക്കാം. ഇതിപ്പം നമ്മൾ സിറ്റ് ഔട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വിശാലമായ ഓപ്പണിംഗ് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള തന്നെ സിറ്റ് ഔട്ട് നല്ല വലിപ്പമുണ്ട്. പിന്നെ അതുപോലെ തന്നെ പഴയ രീതിയിലുള്ള ഞെരിപ്പോട് നമുക്കിവിടെ കാണാം. ആ ചാമ്പലെല്ലാം അവിടെ തന്നെ ഇപ്പോഴും കിടപ്പുണ്ട്. അത് ഇപ്പോൾ വന്നവരൊക്കെ കത്തിച്ചതായിരിക്കാനാണ് സാധ്യത. 1951 ഇത് പണി കഴിച്ചതെങ്കിലും ഈ ആധുനിക രീതിയിലുള്ള എല്ലാ സെറ്റപ്പും ഈ ബംഗ്ലാവിൽ ഇപ്പോഴും നമുക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ ഈ മുകളിൽ ആസ്പെറ്റോ ഷീറ്റാണ്. പിന്നെ താഴെ സീലിങ്ങും എല്ലാം സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിതാ ഈ തൂണെല്ലാം നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇപ്പോഴും നല്ല ബലത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. ഇത്രയും പൊക്കമുള്ള സ്ഥലത്താണ്, ഈ ബോണക്കാടിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്താണ് ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. ഈ മഴയും കാറ്റെല്ലാം കൊണ്ടിട്ടും ഇപ്പോഴും ഈ ബംഗ്ലാവിന് ഒരു കേടുപാടോ സംഭവിച്ചിട്ടില്ല. ഈ പുറത്തുനിന്ന് വന്നവർ അകത്തെല്ലാം പൊളിച്ച് തരിപ്പണമാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ പുറത്തോ അതിൻ്റെതായിട്ടുള്ള കെട്ടുറപ്പിന് ഒരു പങ്കും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ അഗസ്ത്യമലയുടെ ഈ ഫ്രണ്ടിൽ നിന്ന് ഒരു അപാര വ്യൂ ആണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത്. നമുക്ക് ഈ ക്ലൈമറ്റ് എല്ലാം ഇപ്പോൾ നമ്മൾ ഉച്ചയായതുകൊണ്ടാണ് ഈ ഒരു ക്ലൈമറ്റ്. നമ്മളൊരു വൈകുന്നേര ടൈമിലാണ് നല്ല മഞ്ഞൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്യും. നല്ല സെറ്റ് ക്ലൈമറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ ബോണക്കാട് ബംഗ്ലാവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ പൈൻമരം. ഈ ആകാശമുട്ട ഉയർന്നിരിക്കുന്ന ഈ പൈൻമരം നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ നല്ല കാറ്റടിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഭാഗം ഈ ബംഗ്ലാവിൻ്റെ ഷീറ്റിൽ വന്ന് അടിക്കുമെന്നാണ് ഇവിടുത്തെ സമീപവാസികൾ പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് കാറ്റും ഉള്ള സ്ഥലത്താണ് ഇത് നിൽക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഒരു തെളിച്ചമായ ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു ഉച്ച ആയതുകൊണ്ടാണ്. ഒരു 3 മണിക്ക് ശേഷമാകുമ്പോൾ ഇവിടെ മൂടൽമഞ്ഞൊക്കെ ഇറങ്ങി നല്ല രീതി ഇവിടെ കാണാൻ പറ്റാത്ത രീതിയിൽ തന്നെ ഒരു മഞ്ഞ് ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ. പിന്നെ പ്രധാനമായും നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, നമ്മൾ ഈ ബംഗ്ലാവിലേക്ക് എൻ്റർ ചെയ്യുന്നതിൻ്റെ ഇടതുവശത്തായിട്ടൊരു കെട്ടിടം നമുക്ക് കാണാം. ഈ ഒരു കെട്ടിടം ഇതെന്തിനുള്ളതാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ പരിസരവാസികളുടെ അടുത്ത് ചോദിച്ചിട്ട് അവർക്കൊന്നും അറിയത്തില്ല. ഇത് പാർക്കിങ്ങിനുള്ള സ്ഥലമാണോ എന്നൊരു ചെറിയ സംശയമുണ്ട്. ഇവിടുത്തെ ആ ചുവരെല്ലാം ഓപ്പണാണ്. ഇനി ഇവിടുത്തെ സായിപ്പിന് പാർക്ക് ചെയ്യേണ്ട സ്ഥലമാണോ എന്ന് അറിയത്തില്ല. പിന്നെ ഇവിടെ ഒരു കോൺക്രീറ്റ് കുഴിയും നമുക്ക് കാണാം. ഇതും എന്തിനുള്ളതാണെന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ആൾക്കാർക്കോ ആർക്കും ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ട് ആർക്കും ഒന്നും അറിയത്തില്ല.
ഇത് എൻട്രി ചെയ്യുന്ന സ്ഥലത്ത് കാണുന്ന ബോർഡാണ് 25 GB ബംഗ്ലാവ് എന്നുള്ള ബോർഡ് 1951. ആ ബോർഡെല്ലാം നമുക്ക് കാണാം. ആൾക്കാരാണ് ആ കെട്ടിടം ഫുള്ള് വരച്ച് വരച്ചു ആ ജനല് ഗ്ലാസ് അത് സർക്കാർ പ്രൊട്ടക്ഷൻ കൊടുത്തതിന് സീനില്ല. അല്ല പ്രൈവറ്റ് ആണോ അത്? പണ്ടൊക്കെ കാണാൻ രസമായിരുന്നു. പൂന്തോട്ടും അല്ല, അത് ചെയ്തതും നമ്മളിപ്പം ബാക്കിയുള്ളത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു രീതിയിൽ ചെയ്തതാണ്. ചെയ്തെന്ന് പറഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷുകാരാ. അതിന്റെ അടുത്ത് ഒരു ഈച്ച വരെ കിടന്നകത്ത് പോത്ത രീതിയിലാണ് അത് കെട്ടിയത്. അപ്പൊ ഗ്ലാസ് ഫുൾ ഉണ്ടായിരുന്നു. തുറന്നു കിടക്കുന്നേ ഗ്ലാസും കഥവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഈ വന്ന ജനങ്ങളാണ് അതിന് നശിപ്പിച്ചത്. ഇവിടെ ഉള്ളവരല്ല, വന്നവര്. ഒരു പ്രേതമുണ്ടെന്ന് അതൊക്കെ ചുമ്മാ അവിടെ ഒരു ഷൂട്ടിങ് ഈ സീരിയൽ എടുക്കാൻ വേണ്ടി. അപ്പൊ അതിൽ ഏതോ ഒരു രംഗത്തിന് ഇങ്ങനെ പ്രേതത്തിന്റെ ഒരു രംഗത്തില് ഇത് അമ്മാര് ആശുപത്രി ഒന്നുമില്ല. നിങ്ങൾക്ക് പോകണമെങ്കിൽ അങ്ങ് കുതിരയെ പോകണം അല്ലേ? ഇത്ര അടുത്ത് നിന്ന് കാണാൻ പറ്റില്ല. തണുപ്പും മഴയും. ഡിസംബറിലൊക്കെ ഭയങ്കര മഞ്ഞായിരിക്കുമല്ലോ. ഇപ്പൊ നമ്മുടെ വ്ളോഗിന്റെ ഫസ്റ്റ് പാർട്ടോടെ അവസാനിക്കുകയാണ്. അതിനു മുന്നേ ഒരു ചെറിയൊരു റിക്വസ്റ്റ്. നമ്മുടെ ഈ ബംഗ്ലാവ്, ഇത്ര മനോഹരമായ ബംഗ്ലാവിനും ആരൊക്കെയോ ചേർന്ന് ഇതിനങ്ങ് നെഗറ്റീവ് ഷെയ്ഡ് കൊടുക്കുകയാണ്. ഇവിടെ പ്രേതമുണ്ടെന്നും ആ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പ്ലാസ്റ്റിക് കുപ്പികളും വെള്ളവടിയും അങ്ങനെ രീതിയിൽ ഇതിനെ ഇല്ലാണ്ടാക്കുകയാണ്. അതിന് പാടില്ല. ഇനി വരുന്നവരെങ്കിലും നമ്മൾ ഈ ബംഗ്ലാവിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇതുവരെ നശിപ്പിച്ചതുപോലെ ഇനിയൊരു സംഭവം ഉണ്ടാവരുത്. ഇതൊരു ചരിത്ര സ്ഥലമാണ്. ഒരുപാട് പേര് കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ്. ഇതിനെ സംരക്ഷിക്കുക തന്നെ വേണം.